നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നടനും ലഫ്റ്റനന്റ് കേണലുമായ മോഹൻലാൽ വയനാട്ടിലെത്തി. ടെറിട്ടോറിയൽ ആർമി ലഫ്റ്റനന്റ് കേണലാണ് അദ്ദേഹം. സൈനിക യൂണിഫോമിലായിരുന്നു അദ്ദേഹം അവിടെ എത്തിയത്. അദ്ദേഹത്തിനൊപ്പം മേജർ രവിയും ഉണ്ടായിരുന്നു. സൈനിക ക്യാമ്പിലേക്കായിരുന്നു അദ്ദേഹം ആദ്യം എത്തിയത്. പുഞ്ചിരിമട്ടം അടക്കം അദ്ദേഹം സന്ദർശിച്ചു. സൈനികർ അദ്ദേഹത്തിന് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുത്തു. എല്ലാം കഴിഞ്ഞ് അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചിരിക്കുകയാണ്. അദ്ദേഹം പ്രതികരിച്ചത് ഇപ്രകാരമാണ്: രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും സങ്കടകരമായ കാഴ്ചകളാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. ഇവിടുത്തെ എത്രമാത്രം സങ്കടകരമാണ് ഇവിടുത്തെ കാഴ്ചകൾ എന്ന് വന്ന് കണ്ടാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അവർക്ക് വീട് നഷ്ടമായി, ഉറ്റവരെ നഷ്ടമായി. പക്ഷെ നമ്മളെല്ലാവരും ചേർന്ന് അവരെ സഹായിക്കുന്നു, അവർക്കൊപ്പം നിൽക്കുന്നു എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണെന്ന് മോഹൻലാൽ പ്രതികരിച്ചു. പ്രത്യേകിച്ച് അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യൻ ആർമിയുടെയും നേവിയുടെയും പോലീസിന്റെയും എയർഫോഴ്സിന്റെയും ഫയർഫോഴ്സിന്റെയും NDRFന്റെയും പോലീസിന്റെയും ഡോക്ടേഴ്സിന്റെയും നാട്ടുകാരുടെയും സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ സേവനത്തെ മോഹൻലാൽ പുകഴ്ത്തുകയുണ്ടായി. ഒരു സാധാരണ കല്ലെടുത്തു വെച്ച ഒരു കുട്ടി പോലും ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തനത്തിൽ പങ്കാളികളാണ് എന്ന് മോഹൻലാൽ എടുത്തു പറഞ്ഞു. മാത്രമല്ല അദ്ദേഹം എടുത്തു പറഞ്ഞത് ഇവിടെ ആദ്യം എത്തിയത് താൻ കൂടെ ഉൾപ്പെടുന്ന 122 ഇൻഫാൻട്രി ബറ്റാലിയൻ TA മദ്രാസ് ആണ്. അവർ വളരെയധികം ശ്രമങ്ങൾ നടത്തിയെന്നും അവരുടെ ശ്രമത്തെ അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. മാത്രമല്ല അവിടെ പ്രവർത്തിച്ച എല്ലാ യൂണിറ്റുകൾക്കും നന്ദി അറിയിക്കുന്നുവെന്നും മോഹൻലാൽ പറഞ്ഞു. ബ്രിഡ്ജ് ഉണ്ടാക്കിയത് അത്ഭുതമാണെന്നും മോഹൻലാൽ പ്രതികരിക്കുകയുണ്ടായി. മറ്റൊരു നിർണായക പ്രഖ്യാപനം കൂടി മോഹൻലാൽ നടത്തിയിരിക്കുകയാണ്. 3 കോടി രൂപ നൽകുമെന്നൊരു പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. വിശ്വശാന്തി ഫൗണ്ടേഷൻ താനുമായി സഹകരിച്ച് ഇവിടുത്തെ പുനരധിവാസത്തിനായി 3 കോടി രൂപ നൽകുമെന്നും മോഹൻലാൽ പ്രഖ്യാപിക്കുകയുണ്ടായി. വളരെ ഞെട്ടലാണ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നതെന്നും ഇവിടുത്തെ സ്ഥിതിഗതികളൊക്കെ കണ്ടു മനസ്സിലാക്കാൻ സാധിച്ചുവെന്നും ഉറ്റവരെ നഷ്ടമായ വേദന നമ്മൾ എന്ത് ചെയ്താലും അത് പകരമാകില്ല, എങ്കിൽ പോലും ഇപ്പോൾ അവരെ സഹായിക്കുക, ഇനി അവരുടെ മുന്നോട്ടുള്ള പോക്കിനായി ഒരു പിന്തുണ നൽകുക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നതെന്നും മോഹൻലാൽ പറയുകയുണ്ടായി. എന്തായാലും 3 കോടി രൂപ പുനരധിവാസത്തിനായി അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മേജർ രവിയും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. ലഫ്റ്റനന്റ് കേണൽ എന്ന ആ ഒരു പദവിയിലാണ് മോഹൻലാൽ അവിടേക്ക് എത്തിയതെന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. നേരത്തെ പലപ്പോഴും താൻ വന്നിട്ടുള്ള സ്ഥലമാണ്. പക്ഷെ ഇപ്പോഴത്തെ ഈ അവസ്ഥ കാണുമ്പോൾ ആകെ നടുങ്ങിയ അവസ്ഥയിലായിരുന്നു മോഹൻലാൽ. സൈനിക സംഘത്തിനൊപ്പം ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ ഇവിടങ്ങളെല്ലാം സന്ദർശിക്കുകയുണ്ടായി. ആശ്വാസമേകാനായിരുന്നു അദ്ദേഹം വയനാട്ടിലേക്ക് എത്തിയത്. രക്ഷാദൌത്യത്തിന്റെ ഭാഗമായി ദുരന്തം ഏറ്റവും കൂടുതൽ ബാധിച്ച ഇടങ്ങളിലേക്ക് മോഹൻലാൽ സന്ദർശനം നടത്തി. മുംബൈയിൽ നിന്ന് ഇന്ന് രാവിലെയാണ് അദ്ദേഹം നാട്ടിലെത്തിയത്. തുടർന്ന് വയനാട്ടിലേക്ക് പോകുകയായിരുന്നു. നേരത്തെ അദ്ദേഹം ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയിരുന്നു. വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ തന്നെ ഈ വിഷയത്തിൽ മോഹൻലാൽ നേരത്തെ പ്രതികരിച്ചിരുന്നു. ആ പ്രതികരണം ഇപ്രകാരമായിരുന്നു: വയനാട് ദുരന്തബാധിതർക്ക് ആശ്വാസം പകരാൻ നിസ്വാർത്ഥരായ സന്നദ്ധ പ്രവർത്തകർ, പോലീസുകാർ, ഫയർ ആൻഡ് റെസ്ക്യൂ, NDRF, സൈനികർ, സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങി അക്ഷീണം പ്രയത്നിക്കുന്ന ഓരോ വ്യക്തിയുടെ ധൈര്യത്തെ താൻ അഭിവാദ്യം ചെയ്യുന്നു. ദുരിതാശ്വാസ ദൗത്യത്തിൽ മുൻപന്തിയിൽ നിന്ന തന്റെ ടീം 122 ഇൻഫാൻട്രി ബറ്റാലിയൻ TA മദ്രാസിന്റെ പ്രയത്നങ്ങൾക്ക് നന്ദിയുണ്ടെന്ന് മോഹൻലാൽ നേരത്തെ പ്രതികരിച്ചിരുന്നു. ഞങ്ങൾ മുമ്പും വെല്ലുവിളികളെ അഭിമുഖീകരിച്ചു, കൂടുതൽ ശക്തമായി ഉയർന്നു. ഈ ദുഷ്കരമായ സമയത്ത് നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കാനും നമ്മുടെ ഐക്യത്തിന്റെ ശക്തി കാണിക്കാനും താൻ പ്രാർത്ഥിക്കുന്നുവെന്നും മോഹൻലാൽ നേരത്തെ തന്റെ സാമൂഹിക മാധ്യമത്തിലൂടെ അറിയിച്ചിരുന്നു. മാത്രമല്ല നേരത്തെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മോഹൻലാൽ 25 ലക്ഷം രൂപ സംഭാവന ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഈ 3 കോടി രൂപയുടെ പുനരധിവാസ പാക്കേജും കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വയനാടിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്ന് പറഞ്ഞുകൊണ്ടുള്ള കുറിപ്പും അദ്ദേഹം നേരത്തെ പങ്കുവച്ചതാണ്. അതേസമയം മോഹൻലാലിനെ കൂടാതെ താരങ്ങളായ മമ്മൂട്ടി, ദുൽഖർ സൽമാൻ, മഞ്ജു വാര്യർ, ആസിഫ് അലി, നവ്യ നായർ, പേളി മാണി, റിമി ടോമി, സൂര്യ, ജ്യോതിക, കാർത്തി, നയൻതാര, വിക്രം, രശ്മിക മന്ദാന അടക്കമുള്ള താരങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിരുന്നു. 25 ലക്ഷം രൂപ പ്രഖ്യാപിച്ച കമൽഹാസനാണ് ആദ്യമായി സഹായഹസ്തം നീട്ടിയ താരങ്ങളിൽ ഒരാൾ. മമ്മൂട്ടി, ദുൽഖറും ചേർന്ന് 35 ലക്ഷമാണ് നൽകിയത്. ഇതൊരു ചെറിയ തുകയാണെന്ന് അറിയാമെന്നും ഇനിയും സഹായിക്കുമെന്നും മമ്മൂട്ടി വാഗ്ദാനം ചെയ്തിരുന്നു. സൂര്യയും കുടുംബവും 1/2 കോടിയാണ് നൽകിയത്. നയൻതാരയും വിഘ്നേഷ് ശിവനും കൂടി 20 ലക്ഷം രൂപയും നൽകി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.